ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ന്യൂസ് വ്ലോഗ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? ഞാൻ ഇന്ന് സിമ്പിളായിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടും ബ്രെഡ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിത് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 12 ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഞാൻ കുറച്ച് 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ഉള്ളി ഒരു 2 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ജീരകം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ബാറ്റർ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിതേ കുറച്ച് ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂണോളം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാനതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ കട്ട കെട്ടാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ വെള്ളം ഇട്ട് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ. ഇങ്ങനെ നമ്മൾ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ആ ബാറ്റർ തയ്യാറാക്കുമ്പോൾ അതിൽ മൈദ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ അങ്ങനെ എല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചത് ബാറ്റർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ചെയ്തെടുക്കണം. നല്ല ലൂസും അല്ല നല്ല തിക്നെസ്സും അല്ലാണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അപ്പോൾ അതേ ഞാൻ ആ ബ്രെഡിൻ്റെ ഒക്കെ ഒരു കോണാകൃതിയിൽ ഞാൻ ഈ ബ്രെഡെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാനിതെൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ക്യാമറയുടെ മുന്നിലേക്കാക്കി കാണിച്ചു തരുന്നത്. ഒരു കട്ടിംഗ് ബോർഡൊക്കെ വെച്ച് നമുക്ക് സാവധാനത്തിലൊക്കെ അതിങ്ങനെ കട്ട് ചെയ്ത് എല്ലാം എടുക്കാം. അപ്പോൾ അതേ ഞാനതെല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിനെ നമുക്കത് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ വെച്ചിരുന്ന ആ ബൗളുണ്ടല്ലോ, ഇത് കണ്ട ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് വന്നപ്പോഴത്തേന് ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഞാൻ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിൽ ഞാൻ ഇതിലേക്ക് തന്നെ തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ജീരകം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അപ്പം കാണിച്ചു തരാത്ത ഒരു സംഭവം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വേപ്പിലയാണ്. ഞാൻ അപ്പോൾ വേപ്പില കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ വേപ്പില ചെറുതായി അരിഞ്ഞതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബാറ്റർ തയ്യാറാക്കുമ്പോൾ തന്നെ ഞാൻ ഇതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്ടിരുന്നത്. കാരണം ബാറ്റർ നമ്മൾ ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, കുതിർന്ന് പോവുക. അപ്പോൾ അങ്ങനെ കുതിർന്ന് പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ അപ്പം അത് ഇട്ട് കൊടുക്കാണ്ടിരുന്നത് കേട്ടോ. നമ്മൾ എപ്പോഴാണോ പൊരിക്കണത് ആ ഒരു ടൈമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതേ ബാറ്റർ കണ്ടില്ല, ഇതുപോലെ തയ്യാറായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കത് പൊരിക്കാൻ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താ ഓയിലാണോ ഉള്ളത് നമുക്കത് എടുക്കട്ടെ. വെളിച്ചെണ്ണയിലൊക്കെ പൊരിച്ചെടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് നമുക്കത് ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നമ്മൾ മുട്ടയൊക്കെ വെച്ച് നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്തെടുക്കലുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് നമ്മൾ മൈദ വെച്ചിട്ടും ചെയ്തെടുക്കുന്നത്. നല്ല ചൂടായ എണ്ണയിലേക്ക് എപ്പോഴും നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. എണ്ണ ഒന്ന് ചൂടില്ലാതെ എണ്ണയിലാക്കുകയാണെന്നുവെച്ചെങ്കിൽ ബ്രെഡ് നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കും. അപ്പോൾ കഴിക്കാൻ നമുക്കിങ്ങനെ എണ്ണ ആയിട്ടായിരിക്കും നമുക്ക് ഓയിൽ നല്ല പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് ആവും വരിക. നമ്മളെ ഈ സ്നാക്സിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടേ നമ്മൾ ഈ സ്നാക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഈ മൈദയുടെ കൂട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ, ആ വെന്ത് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ആ എണ്ണയിൽ തന്നെ ഒന്ന് കിടക്കട്ടെ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആണല്ലോ. കുട്ടികളൊക്കെ കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ചെയ്യും. നല്ല ക്രിസ്പിനെസ്സുമാണ്. ഇനി നമുക്കിതെല്ലാം ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിൽ ഇടയിൽ ഈ ഉള്ളി ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും വേപ്പിലയുടെ ടേസ്റ്റും ഒക്കെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഈ സ്നാക്സ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.
അപ്പം അത് എല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മാറ്റാം, കോരിയെടുക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല ക്രിസ്പിയാണെന്ന്. കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതേ ഞാനിതെല്ലാം അതുപോലെ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ എല്ലാം പൊരിച്ചെടുക്കാം. അപ്പം അതേ ഞാൻ അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് കഴിക്കാനും ഉണ്ടാവും. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേനും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നെ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒക്കെ ഒന്ന് സബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നന്നായിട്ടുള്ള കമൻറ്റും എഴുതിയിടണേ. താങ്ക് യു ഫോർ വാച്ചിങ്.